കേസിലെ പ്രതി ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുബഷീർ പി അക്ബറുണ്ട് വിവരങ്ങളുമായി നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. മുബഷീർ, ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ചെന്താമരയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അയാളുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിടിച്ചു എന്നാണ് ഡിവൈഎസ്പി കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പിടികൂടിയതിനു ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുബഷീർ, അല്പസമയമായിട്ടുണ്ടാകും ചെന്താമരയെ പിടികൂടിയിട്ട് സ്റ്റേഷനിൽ എത്തിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അപർണ, അതിനാടകീയ രംഗങ്ങളാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങേറിയിട്ടുള്ളത്. ആ മാട്ടായി ഭാഗത്തു നിന്നും പിടികൂടിയിട്ടുള്ള ചെന്താമരയുമായി ആദ്യഘട്ടത്തിൽ മഫ്തിയിലുണ്ടായിരുന്ന മൂന്നോളം മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ ചെന്താമരയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഒരു മേഖലയിലേക്ക് ഓടുന്നത് നമ്മൾ കണ്ടു. പിന്നീട് കണ്ടത് സ്വകാര്യ വാഹനത്തിൽ ചെന്താമരയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ നിന്നും ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. മാട്ടായി ഭാഗത്തു നിന്നും ഇപ്പോൾ ചെന്താമരയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ബോയൻ നഗർ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് അയാൾ പിടിയിലായിട്ടുള്ളത്. ആരോഗ്യാവസ്ഥ മോശമായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയായിരുന്നു അയാൾ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നത്. പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നത് അയാൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തി അത് പൂർത്തിയാക്കി അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പ് മുറിയിൽ ചെന്താമരയുണ്ട്. അയാൾ അവിടെ കിടക്കുന്നുണ്ട്. പുറത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ 2 ദിവസത്തോളം അടുക്കുന്ന പോലീസിൻ്റെ നാടിളക്കിയുള്ള തിരച്ചിലിനൊടുവിൽ ചെന്താമര അഴിക്കുള്ളിലായിരിക്കുന്നു. പോലീസ് തന്നെ ചെന്താമരയെ പിടികൂടിയിരിക്കുന്നു. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം അതീവ സമ്മർദ്ദത്തിലൂടെയുള്ള അന്വേഷണത്തിനൊടുവിൽ തെരച്ചിലിനൊടുവിലാണ് കൊലപാതകയായിട്ടുള്ള ചെന്താമരയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ചെന്താമരയെ പിടികൂടുന്നതിൽ പോലീസിന് വലിയ അനാസ്ഥ സംഭവിച്ചു, നിഷ്ക്രിയമുണ്ടായി എന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കിടെ പോലീസിന്റെ വലയിൽ തന്നെ ചെന്താമര വന്ന് വീണിരിക്കുന്നു. ഒരു ഭാഗത്ത് ജനകീയ തിരച്ചിൽ നടത്തിയിരുന്ന നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചുൾപ്പെടെ കടന്നു കളയാൻ ശ്രമിച്ച ചെന്താമര പോലീസിന്റെ വലയിലായതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. അപർണ, അതുതന്നെയാണ് പറയേണ്ടി വരുന്നതും. എന്തായാലും പോലീസ് ഇവിടെ നടത്തിയ രംഗങ്ങളൊക്കെ തന്നെ വീണ്ടും നമ്മൾ പറയേണ്ടതുണ്ട്. അതിനാടകീയം തന്നെയായിരുന്നു കാഴ്ചകളൊക്കെ തന്നെ.